ഗംഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ ശാരദ നൂറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അപ്പം നൂറ് ഭയങ്കര സങ്കടത്തിലാവുന്നു. കാരണം ഇനി എന്ത് ചെയ്യും എന്നുള്ള കാര്യമൊക്കെ പറയുന്നത്. ശാലിനി വരട്ടെ, നമുക്ക് ഇതിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാമെന്നും ശാരദ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ശാലിനിയാണെങ്കിൽ കുട്ടികളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അവർക്ക് ട്രിപ്പൊക്കെ ഇട്ട് കിടത്തിരിക്കുകയാണ്. അങ്ങനെ ശാരദയെ വിളിക്കുകയാണ്. അങ്ങനെ ശാരദയെ വിളിക്കുമ്പോൾ ശാരദ ഫോൺ എടുക്കും. മോളെ എവിടെയായിരുന്നു? എത്ര ദിവസമായി ഞാൻ നിങ്ങളെ വിളിക്കാൻ നിൽക്കുന്നു, പക്ഷേ കിട്ടുന്നില്ല. അപ്പോൾ പറയാം, അമ്മ ഇവിടെ റേഞ്ചൊന്നും ഇല്ലായിരുന്നു, കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അപകടം പറ്റിയെന്നൊക്കെ പറയും. അവർക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുക. അപ്പോൾ പറയും, ഇപ്പോൾ ഒന്നും കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ഡിസ്ചാർജ് ആയിട്ട് അങ്ങോട്ട് വരാം എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ ശാരദ പറയും, ഇവിടെയും പ്രശ്നമാണ് മോളെ എന്ന് പറയും. നിൻ്റെ അനിയൻ മറ്റേ ഒരു പെണ്ണെയും വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ശാലിനി ചോദിക്കാൻ നൂർജഹാനാണോ എന്ന് ചോദിക്കുക. അതേന്ന് പറയും. അയ്യോ, ഇതിപ്പോൾ എന്താ ചെയ്യാന്ന് പറയും. എന്തായാലും ഞാൻ വരട്ടെ, അവനെൻ്റെ അനിയനായി പോയില്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാമെന്ന് പറയും. അങ്ങനെ അവരത് പറയുകയാണ്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ പിന്നെ വിഷ്ണു ആണെങ്കിൽ വീട്ടിലേക്കൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഫോൺ കിട്ടുന്നില്ല. ആ സമയത്ത് നമ്മുടെ പിന്നെ വിഷ്ണുവിൻ്റെ കൂടെയുള്ളവൻ പിന്നെ സത്യഭാമയുടെ അടുത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഓട്ടോയിലൊക്കെ രാഘവൻ നായർ പറയും നോക്കാം. അങ്ങനെ ഓട്ടോയിലൊക്കെ നോക്കുമ്പോൾ ആ സാധനമൊന്നും കാണുന്നില്ല. ആ സമയത്താണ് വിഷ്ണു ഫോണിൽ വിളിക്കുന്നത്. അപ്പോൾ പറയുന്നത് ആശാൻ വിളിക്കുന്നുണ്ട് നോക്കാം. അങ്ങനെ ഫോൺ എടുത്ത് സംസാരിക്കുന്നത്. ആശാന് അങ്ങനെ പറയാൻ തുടങ്ങുമ്പോഴത്തേനും നമ്മുടെ ഭാമയാണെങ്കിൽ ഫോൺ പിടിച്ച് വാങ്ങിയിട്ട് വിഷ്ണുവിന് ഒരുപാട് വഴക്ക് പറയും. നീ ഇങ്ങോട്ട് കയറിപ്പോരും, നീ കള്ളനാണ്, നീ ആ സ്വർണ്ണം ഇവിടെ കൊണ്ട്. അപ്പോൾ അവനൊന്നും മനസ്സിലാകത്തില്ല എന്താ സംഭവിച്ചതെന്ന്. അപ്പോൾ പറയും, ഇങ്ങനെ നീ അന്ന് ഓട്ടോയിലൊരു പെൺകുട്ടി അച്ഛനെ കൊണ്ടുവന്നില്ല, അവരുടെ സ്വർണ്ണം നീ മോഷ്ടിച്ചെന്നാണ് പറയുന്നതെന്നുള്ള രീതിയിലൊക്കെ പറയും. അപ്പോൾ വിഷ്ണു പറയും, ഞാൻ അവരെ സഹായിക്കാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ, എന്തായാലും ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് പറയും. അങ്ങനെ രാഘവൻ നായർ സംസാരിക്കുന്നു. അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം ശാലിനിയും വിഷ്ണുവും ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് പറയുന്നു, അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ശാലിനിയും പറയും, വീട്ടിലും പ്രശ്നങ്ങളുണ്ടെന്ന് പറയും. അപ്പം വിഷ്ണു പറയും, രണ്ട് പ്രശ്നങ്ങൾ തീർക്കാൻ നമ്മൾ അവിടെ എത്തിയേ പറ്റുള്ളൂ, എത്രയും പെട്ടെന്ന് പോകണമെന്ന് പറയും. അങ്ങനെ ഡിസ്ചാർജ് വാങ്ങി പോകാം എന്നുള്ള രീതിയിൽ പറയുകയാണ്. അങ്ങനെ സമ്മതിക്കുന്നു. ഇതേ സമയത്ത് നമ്മുടെ അനൂപിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റാതെ ചന്ദ്രബോസും ടീമും ഇതിൽ വെട്ടിലാവുകയാണ്. അങ്ങനെ നമ്മുടെ നസീറിൻ്റെ ബാപ്പയുടെ അടുത്ത് ചന്ദ്രബോസ് എത്തുകയാണ്. എന്നിട്ട് പറയുകയാണ്, എന്തായാലും അവൻ നമ്മുടെ അടുത്തൊക്കെ തന്നെ ഉണ്ടല്ലോ, ഇപ്പം അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അവനെ എടുക്കാം എന്നുള്ള രീതി. അപ്പം നസീർ പറയുന്നു, എനിക്കിതിനൊക്കെ കഴിയാഞ്ഞിട്ടല്ല, ബാപ്പ പറഞ്ഞുകൊണ്ടാണെന്നൊക്കെ പറയും. അങ്ങനെ ചന്ദ്രബോസ് പറയും, എന്തായാലും വെയിറ്റ് ചെയ്യുന്നുള്ള രീതിയിൽ പറയുകയാണ്. ഇതേസമയം നമ്മുടെ നസീർ എന്നിട്ട് നമ്മുടെ കുടുംബശ്രീ ശാരദയുടെ വീട്ടിൽ പോവുകയാണ്. അങ്ങനെ രാത്രി വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഈ നൂറിനെ നമ്മുടെ നസീർ കാണുകയാണ്. നൂറ് ഇങ്ങനെ പാലുമായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് പുറത്തൊരാൾ നിൽക്കുന്നത് കാണുന്നു. ആ സമയത്ത് നൂറിൻ്റെ കയ്യിൽ നിന്ന് പാലിൻ്റെ ഇത് താഴെ വീണ് ഫുൾ പൊട്ടിത്തെറിക്കുക. അപ്പോൾ ശാരദ ആരോ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ഒരു കത്തിയെടുത്ത് വരികയാണ്. അപ്പോൾ നമ്മുടെ നസീർ ആണെങ്കിൽ ബാപ്പയെ വിളിച്ചിട്ട് പറയും, അവൾ ഇവിടെ തന്നെ ഉണ്ട് ബാപ്പ എന്ന് പറയും. അപ്പോൾ പറയും, ബാപ്പ പറയും, എങ്ങനെയാലും ആ പഴച്ചോളെ പിടിച്ചുകൊണ്ട് വരണം എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ അങ്ങനെ നസീർ റൂമിൻ്റെ അകത്ത് കയറുന്നു. അങ്ങനെ നൂറിനെ പിടിച്ച് വലിക്കുന്നു, തള്ളിയിടാനൊക്കെ നോക്കുന്നു, പിടിച്ചു കെട്ടി കൊണ്ടുപോകാനൊക്കെ നോക്കുന്നു. ആ സമയത്ത് നമ്മുടെ ശാരദ കത്തിയെടുത്ത് വന്നിട്ട് നമ്മുടെ നസീറിൻ്റെ തലക്കെട്ട് തന്നെ ഒരു വെട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നസീർ താഴെ വീഴുകയാണ്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിന് എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.